أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. നമ്മുടെ പരിപാടി അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. يا نبي سلام عليكم يا رسول سلام عليك صلوات الله عليكم طلع البدر علينا من ثنيات الوداع وجب الشكر علينا ودعا لله داع أيها المبعوث فينا جئت بالأمد المطاع جئت شرفت المدينة مرحبا يا خير داع قد لبست ثوب عزي بعد تلفيق الرقاع أنت في كل جميل وجمال يا مطاع يا نبي سلام عليكم صلوات الله عليه. പാറപ്പള്ളി ഉസ്താദ് മൂന്നാം ഉറൂസ് മുബാറക്ക് സമാപന സമ്മേളനം തുടങ്ങുന്നു. ബഹുമാന്യരായ ഘടക ഉസ്താദ് വരുന്നുണ്ട്. അവരൊക്കെ മഹാനവറുകളുടെ ദർസിൽ ഓതി പഠിച്ച് അങ്ങനെ കുറേ അലിമീങ്ങൾ, കുറേ പണ്ഡിതന്മാർ, നമുക്ക് അറിയുന്നവരും അറിയാത്തവരുമായി കുറേമുണ്ട്. പിന്നീടാണ് മഹാനവറുകളുടെ അവസ്ഥയൊക്കെ മാറിയിട്ട് വന്നിരായ അബ്ദുൽ ജബ്ബാർ ശിഹാബ് തങ്ങളൊക്കെ ഞങ്ങൾ ദർസ് ഓതുന്ന കാലത്ത് അവിടെ നിന്ന് പറയും. യൂസുഫ് ഉസ്താദ് വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബാബാന്റെ മദ്ഹിൽ നിന്ന് ചെറിയൊരു കർമ്മം ഇവിടെ നിർവഹിക്കുകയാണ്. തങ്ങൾക്ക് പറയാനുണ്ട്. ഇത് പറഞ്ഞ് നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. ഞങ്ങൾ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട പാറപ്പള്ളി ബ്രഹ്മ മുസ്ലിയാർ, നാം ഇവിടെ വന്നതും കൂടിയതും ഒക്കെ അല്ലാഹു തആല വലിയൊരു ഇബാദത്തായി മാറ്റിത്തന്ന് നാളെ ആഖിറത്തിൽ വലിയൊരു മുതൽക്കൂട്ടായി തീരുമാനാക്കി. നമ്മൾ കർമ്മം നിർവഹിക്കാണ്ടെന്ന് പറഞ്ഞത് ഈ അബ്ദുറഹ്മാൻ മുസ്ലിയാർക്ക് ഉസ്താദിനി അദ്ദേഹത്തിന്റെ അടുത്തുണ്ടായിരുന്ന ഒരു വടി, അത് ഹസ്ബുല്ലാക്ക് കൊടുക്കുകയാണ്. അദ്ദേഹം അത് ഉപയോഗിക്കും. അതുകൊണ്ടുള്ള നേട്ടങ്ങൾ അതിനെ സംബന്ധിച്ചുള്ള ഹിക്കായത്ത് മുസ്ലിയാർ ഇവിടെ വായിക്കുന്നതാണ്. 1000 നഫ് അല്ലാഹു തആല എഴുതപ്പെടും. വടി കയ്യിലുണ്ടത് കൊണ്ട് മാത്രം ഒരു അമ്പിയാവും വടി ഉപയോഗിക്കാതെ നിന്നിട്ടില്ല. എല്ലാ അമ്പിയാക്കളുടെ അടുത്തും വടി ഉണ്ടായിരുന്നു. പക്ഷേ
പേര് കൊണ്ടും ചരിത്രം കൊണ്ടും മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ വടികൾ മാത്രം അറിയപ്പെട്ട എല്ലാവരും അടുത്തും ഉണ്ടായിട്ടുണ്ട്. 1000 കൂലിയാണ് ഒരു ദിവസം, 1000 കൂലി ഇത് എടുത്തുകൊണ്ട് ഉണ്ടാവും. അപ്പൊ അത് നാം ഇവിടെ നൽകും. അല്ലാഹു സുബ്ഹാനഹു തആല മുത്തുനബിയുടെ എല്ലാ തിരുശേഷിപ്പും സുന്നത്തുകളും അവിടുത്തെ വിധിവിലക്കുകൾ അനുസരിച്ച്, അവിടുത്തെ കൽപ്പന അനുസരിച്ച്, അല്ലാഹുവിന്റെ വിധി കൽപ്പന അനുസരിച്ച് നടന്ന് കാമിലായ ഈമാൻ കിട്ടി മരിക്കാൻ ഈ ഔലിയാക്കന്മാരൊക്കെ മുഹിബ്ബീങ്ങളായതുകൊണ്ട് ഈമാൻ കിട്ടി മരിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വായിച്ചിട്ട് കൊടുക്കാതാണ്. അസ്സലാമു വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട ഏഴിമല തങ്ങൾ എന്ന ഉസ്താദ് പറയാൻ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ രാമന്തളി തങ്ങൾ അറിയപ്പെടുന്ന തങ്ങളവരുടെ നിർദ്ദേശപ്രകാരം കൊടുക്കുന്ന ആ വടി സംബന്ധമായ ആമായിട്ടുള്ള വിഷയം ബഹുമാനപ്പെട്ട അബുലൈസ് സമർക്കന്തിൽ ഉസ്താദിഫിൽ പറഞ്ഞ ഒരു ഭാഗം വായിക്കണമെന്നാണ് തങ്ങൾ ആവശ്യപ്പെട്ടത്. അതനുസരിച്ചിട്ട് വായിക്കാം. റവ മൈമൂൻ ബിൻ മിഹ്റാൻ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അൻഹു ഖാല ഇംസാകുൽ അസാ സുന്നത്തുൽ അംബിയ വ അലാമത്തുൽ മുഅ്മിൻ. ഒരു വടി കയ്യിൽ പിടിക്കുക എന്നുള്ളത് അമ്പിയാക്കന്മാരുടെ ചെല്ലയാണ്. നമ്മൾ പറഞ്ഞല്ലോ, സത്യവിശ്വാസികളുടെ അടയാളമാണ്. വഖാൻ ഹസൻ ബസീർ റളിയല്ലാഹു തആല അൻഹു ലിൽ ഉഖാസത്തി സിത്തു ഹിസാൽ സുന്നത്തുൽ അംബിയായി. 6 കാര്യം അമ്പിയാക്കന്മാരുടെ സുന്നത്തിൽപ്പെട്ടതാണ്. അലാമത്തുൽ മുഅ്മിനി സത്യവിശ്വാസികളുടെ അടയാളത്തിൽപ്പെട്ടതുമാണ്. വസീനത്തു സുലഹായി സജ്ജനങ്ങൾക്ക് അതൊരു അലങ്കാരവും കൂടിയാണ്. വസിലാഹുൻ അലൽ അഅദാഇ ശത്രുക്കൾക്ക് എതിരിൽ പ്രയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ആയുധവും കൂടിയാണ്. യാനി ആയുധം അടിപിടി ഉണ്ടാക്കാനല്ല. അൽ കൽബ വൽ ഹയ്യത്ത വഅറഹുമ, നായ, അതുപോലെ തന്നെ പാമ്പ്, അതുപോലെയുള്ള മറ്റു ജീവികൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ബലഹീനരായ ആളുകൾക്ക് ഒരു സഹായം. ഒരു മുനാഫിക്കീങ്ങൾക്ക് വലിയ വെറുപ്പുള്ള കാര്യം. ആരാധനകളിലൊക്കെ ഒരു വർദ്ധനവ് നല്ലതാണ്. അപ്പൊ യുക്കാലും പറയപ്പെടാറുണ്ട്, ഒരു സത്വിശ്വാസിയുടെ കൂടെ ഒരു വടിയും കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ ഷെയ്ത്താൻ ഓടിപ്പോകും. തമ്മാടിയും കപടമെന്നൊക്കെ അവന് കീഴ്പ്പെട്ട് വരും. വേറെയും ഒരുപാട് ഉപകാരങ്ങൾ ഈ വടി കയ്യിൽ പിടിച്ചാൽ ഉണ്ടാകും. അപ്പം ഇത്തിബാൾ ആണ് സുന്നത്ത് ജമാഅത്തിന്റെ ഒരു അസല്. അതനുസരിച്ച് മശായിഖന്മാരൊക്കെ ഹിറാഫത്ത് കൊടുക്കുന്ന സമയത്തും മറ്റുമൊക്കെ ഹിർക്ക കൊടുക്കുന്നതോടുകൂടെ പലരും തടയിക്കെട്ട് കൊടുക്കാറുണ്ട്, വടി കൊടുക്കാറുണ്ട്, അങ്ങനെ പലതും ഉണ്ടാകാറുണ്ട്. ഇവിടെ ബഹുമാനങ്ങൾ അവരുടെ ഇൻഷാ അല്ലാഹ് വടി കൊടുത്ത് ഏൽപ്പിക്കുന്നു. തങ്ങൾ അവരുടെ നിർദ്ദേശം പ്രകാരം ഞാൻ വായിച്ചതാണ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ വടി കൊടുക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദവറുകളെയും സ്വീകരിക്കുന്ന ഉസ്താദിനവരെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്.
ബാപ്പാന്റെ വലിയ മഹിബും ബാപ്പ അങ്ങോട്ടും മഹബത്ത് വെച്ച വളരെ ചെറുപ്പകാലത്ത് തന്നെ ബാപ്പയുമായിട്ട് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട തങ്ങളാണ്. തങ്ങൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. തങ്ങളുടെ ഉസ്താദ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുറഹ്മാൻ മൗല അവരുടെ ദറജ അള്ളാഹു താല ഉയർത്തുമാറാവട്ടെ. ഞാനിപ്പോൾ അടുത്ത് തങ്ങളെ ക്ഷണപ്രകാരം ഞാൻ നമ്മുടെ ഉറൂസിന് പോയിരുന്നു. തങ്ങൾ അൽഹംദുലില്ലാ നല്ല ഒരു മഖാമും നല്ല അവിടെ ചെന്നപ്പോൾ തന്നെ വളരെയധികം മനസ്സിനൊരു കുളിരേകുന്ന ഒരു മനസ്സിന് റാഹത്ത് കിട്ടുന്ന ഒരു ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുറഹ്മാൻ മൗല റളിയല്ലാഹു അൻഹു ഒരുപാട് തരീഖത്തിന്റെ ഷെയ്ഖാണ് ബഹുമാനപ്പെട്ടവർ. ഞാനൊന്നും അങ്ങനെ അറിഞ്ഞിട്ടില്ലായിരുന്നു. അത്രയും ബഹുമാനപ്പെട്ടവരുടെ ദറജയും വാപ്പാന്റെ ദറജയും പാറപ്പള്ളി ഉസ്താദ് അള്ളാഹു അവരുടെയൊക്കെ ദറജ ഉയർത്തുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. എന്റെ വന്യപിതാവ് പാറപ്പള്ളി ഉസ്താദിന്റെ അനുസ്മരണ മൗലിദ് ആണ്ട് പരിപാടിയിലാണ് നാം ഇപ്പോൾ സംബന്ധിച്ചിരിക്കുന്നത്. ചുരുക്കി പറയുകയാണ്, അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ ജീവിതത്തിൽ ഒരു ചിട്ടയുണ്ടാകും. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖയ്യൂം ശിഹാബ് തങ്ങൾ പാണക്കാട് അവർ നേരത്തെ ഇവിടുന്ന് പ്രസംഗിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു, വണ്ടൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ശൈഖുൽ മശായിഖ് താജുൽ ഉലമ എന്നവർ പറയാറുണ്ടായിരുന്നു. എന്തൊരു ഔലിയ എന്നൊക്കെ പറഞ്ഞിട്ട് തങ്ങൾ ഇവിടുന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ കേട്ടു. അപ്പോ അതിന്റെ മുമ്പ് തന്നെ ചെറുപ്പത്തിൽ തന്നെ വീട്ടിൽ നിൽക്കുന്ന പതിവില്ലായിരുന്നു. അല്പം തങ്ങള് അള്ളാഹു തങ്ങൾ മലക്കാതെ തങ്ങൾ അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ഇന്ന് കാണുന്ന രൂപത്തിൽ ഇവിടെ ഒരു ഖാജ മസ്ജിദും ഖാജ ഗരീബ് നവാസ് അക്കാദമിയും ഖാജ ഉസ്മാനുൽ ഹാറൂനി ഹിഫ്ളുൽ ഖുർആൻ കോളേജും ഒക്കെ ഇവിടെ എന്താക്കുന്നു നടന്നു വരുന്നു. അങ്ങനെ 1987 ഖാജ മസ്ജിദും 1992 കോളേജും 2023 ചുരുക്കി പറഞ്ഞാൽ ഞാൻ നിർത്തുകയാണ്, 2023 ഒരു പ്രഭാതത്തിനോടടുത്ത സമയത്ത് നമുക്കെല്ലാം എല്ലാമായ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് പിറ്റേന്ന് തലേന്ന് പോലും അവിടുത്തെ മഹബീങ്ങളോട് സംസാരിച്ച ആ പുണ്യ മഹാത്മാവ് CM വലിയുള്ള ഒരു വഴികാട്ടിയാണ്. ഖാജ റളിയല്ലാഹുവിന്റെ വഴികാട്ടിയാണ്. CM വലിയുള്ള പറഞ്ഞതാ ഔലിയാക്കളെ പിടിച്ചോളി എന്ന് പറഞ്ഞതാ. അങ്ങനെയാണ് ഔലിയാക്കന്മാരുടെ അടുത്തേക്ക് അങ്ങനെ ചുരുക്കി പറയാണ്. കക്കിടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ, ആലുവായി അബൂബക്കർ മുസ്ലിയാർ, ഞണ്ടാടി ശൈഖ് തങ്ങൾ തുടങ്ങിയ ആ കാലഘട്ടത്തിലുള്ള പ്രഗത്ഭരായ സൂഫിയാക്കളുടെ കൽപ്പന പ്രകാരം ഔലിയാക്കന്മാരെ പിടിച്ച് ഇവിടെ വന്ന് 2023 ആഗസ്റ്റ് 15 അന്ന് മുഹറം 16 സുബഹിയോടടുത്ത സമയത്ത് ആരും തന്നെ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഈ ലോകത്തോട് ദിക്റിലായി ഫിക്റിലായിട്ട് വിട പറയുക. അല്ലാഹു ദറജ ഉയർത്തുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപ്പാന്റെ പാറപ്പള്ളി ഉസ്താദിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ബഹുമാനപ്പെട്ട നൂറുൽ മആരിഫ് അബ്ദുറഹീം മുസ്ലിയാരായിരുന്നു. അവരുടെ സ്ഥാനത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് സ്മരിക്കുക എന്നുള്ള വിഭാഗത്ത് സ്വാലിഹ്യങ്ങളെ സ്മരിക്കുക എന്നുള്ളത് കഫാറത്തുമാണ്, ദോഷം കൊടുക്കുന്നതിനുള്ള കാരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് ജനങ്ങൾക്ക് കൊടുക്കുമാറാവട്ടെ. ഏവരെയും അല്ലാഹു അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ മഹാന്മാരോടൊന്നിച്ച് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ എന്നോട് ആവശ്യമുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ സമ്മതിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ വന്ന എല്ലാവരും ബഹുമാനപ്പെട്ട ഷെയ്ഖുനയുടെ മുഹിബ്ബീങ്ങളാണല്ലോ. ഷെയ്ഖുന ആരംഭം കുറിച്ച മജ്ലിസുകൾ എല്ലാ മാസവും ഇവിടെ നടന്നു വരാറുള്ളത് ധാരാളം ആൾക്കാർക്ക് അറിയാം, പലരും പങ്കെടുക്കാറുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ബഹുമാനപ്പെട്ട വണ്ടൂർ ഷെയ്ഖുനയുടെ ഷെയ്ഖുൽ മശായിഖ് താജുൽ ഉലമയുടെ
ഇന്ന് ജീവിച്ചിരിക്കുന്ന ശിഷ്യരിൽ പ്രമുഖരും ഈ കാലഘട്ടത്തിൽ പണ്ഡിതന്മാരുടെ ഹുജ്ജത്ത് എന്ന ഹുജ്ജത്തുൽ ഉലമ എന്ന നാമം കൊണ്ട് സർവ്വകാലം സമ്മതിക്കപ്പെട്ടവരുമായ എല്ലാ ആലിമീങ്ങളുടെ ഇടയിലും സർവസമ്മതരായ ബഹുമാനപ്പെട്ട എല്ലാ വിഷയത്തിലും അള്ളാഹു അപാരമായ കഴിവ് നൽകിയ അള്ളാഹു ആ കഴിവുകളൊക്കെ നിലനിർത്തി അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു തആല നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഉലമ നജീബ് ഉസ്താദ് അവരുടെ ആദരപൂർവ്വം അനുസ്മരണ പ്രഭാഷണം നടത്താൻ വേണ്ടിയിട്ട് ആദരവോടെ ക്ഷണിക്കുന്നു. നിങ്ങൾക്കറിയാവുന്നതുപോലെ പാറപ്പള്ളിയിലേക്കുള്ള അവരുടെ വരവ് ഒരു നിയോഗമാണ്, അള്ളാഹുവിൻ്റെ നിയോഗം. ആ നിയോഗത്തിന് വേണ്ടിയുള്ള യാത്ര അതും അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഒരു നിയോഗമാണ്. പാറപ്പള്ളി അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഈ സ്ഥലത്താണല്ലോ അവർ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അവസാന കാലത്തുള്ള പ്രവർത്തനങ്ങളും ഇരുത്തം കടത്തവും എല്ലാം ആളുകൾക്ക് സങ്കേതമായി നിന്നതും ആളുകൾക്ക് ഒന്നുകൊണ്ടിരുന്നതൊക്കെ ഇവിടെയാണ്. പക്ഷേ ഈ പേരിലല്ല അവരറിയപ്പെടുന്നത്. പാറപ്പള്ളി അബ്ദുറഹ്മാൻ മുസ്ലിയാർ പഴയ കാലത്തെ സ്വഹാബാക്കളുടെ മക്ബറയുണ്ടെന്ന് ശൈഖുനാ താജുൽ ഉലമ അവരുടെ പോലുള്ള മഹാന്മാരൊക്കെ പറയുന്ന സ്ഥലമാണ്. തിട്ടപ്പെടുത്തിയൊന്നും പറയുന്ന രേഖകളൊന്നുമില്ലെങ്കിലും അത്തരം രേഖകളൊന്നും നമുക്ക് പറഞ്ഞാൽ വിശ്വസനീയമായ തരത്തിലുള്ള രേഖകളല്ലെങ്കിലും സ്വഹാബാക്കൾ മറപ്പെട്ട് കിടക്കുന്നതാണെന്ന് പണ്ട് മുതലേ അറിയപ്പെട്ടു വരുന്ന സ്ഥലമാണ് പാറപ്പള്ളി സ്ഥലമെന്നും ആ സ്ഥലത്ത് ഇന്ന ഖബറാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളുടേതെന്നും ബഹുമാനപ്പെട്ട ശൈഖുനാ താജുൽ ഉലമ അവർ പറഞ്ഞ് സിയാറത്തിൽ നിന്നതും ആ സിയാറത്തിലെ പാറപ്പള്ളി ഉസ്താദുകളോട് ഉണ്ടാകുമ്പോൾ അവരോട് പ്രത്യേകം പറഞ്ഞത് ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. ആ വിനീത സന്ദർഭത്തിൽ ഈ ഉള്ളവൻ ബഹുമാനപ്പെട്ടവരുടെ വെற்றிലപ്പതി ചുമന്നുകൊണ്ട് കൂടെയുണ്ട്. ഇവിടെയാണ് അള്ളാഹു അവരുടെ സന്തോഷവും ബറക്കത്തും നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. അവരുടെ മശായിഖുമാരുടെ ബറക്കത്ത് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. അവരുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട തങ്ങളുടെ മെതിടി മഹാനവറുകൾ ജീവിതകാലത്ത് ഒരുപാട് പ്രാവശ്യം വിട്ടു നടന്ന വണ്ടി ചെരുപ്പ് പഴയകാലത്തെ മെതിടി അതാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. തങ്ങൾ ഇട്ടത് അത് ബഹുമാനപ്പെട്ട സാദാത്തുക്കളും ഉസ്താദടക്കമുള്ള എല്ലാവരും കൂടി ഇവിടുത്തെ മക്കൾക്ക് കൊടുക്കുകയാണ്. വലിയ മഹത്വമുള്ളതാണ്. മമ്പറന്തങ്ങളെ കാലിലിട്ടത് മതി നമുക്ക് പൊരുത്തവും കിട്ടും. പുറത്തേക്ക് കൊടുക്കാം. ഓരോ മതവും ഹിമായത്തൊക്കെ നമുക്ക് കിട്ടട്ടെ. ഓരോ കാലിലിട്ട ചെരുപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ വലിയ വിശേഷതയല്ലേ. തങ്ങളല്ലേ തുവല്ലേ ആരിഫ് എല്ലാ തങ്ങന്മാരും ഇതാണ് തങ്ങളുടെ പാപ്പാന്റെ ചെരുപ്പ്. അമ്പറം തങ്ങളുടെ ചെരുപ്പായിരുന്നു. അവർ എടുത്തിട്ടായതാണ് കൊടുത്താണ് ഏൽപ്പിക്കുകയാണ്. അമ്പറം തങ്ങളെ മതി പാവത്താൽ അവരെ വളരെ ഹിമായത്തൊക്കെ നിർത്തുന്നതാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമ്മുടെ പരിപാടി സമാപിക്കുകയാണ്. പിന്നെ അല്പം 2 മിനിറ്റ് ബഹുമാനപ്പെട്ട എൻ്റെ ഉസ്താദ് തലക്കട ഉസ്താദ് കടക്കുകയും കിട്ടുകയും അല്ലാത്തവരെ സ്വന്തം ആടിന് വെള്ളം കൊടുക്കുമ്പോൾ അന്യവന്റെ ആടിനെ ആട്ടുന്ന ക്രമത്തിൽ ഞാൻ അവർ ആട്ടുമെന്ന് പറഞ്ഞ ഹബീബ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഉദുവിന്റെ അടയാളം കൊണ്ട് കൈകാലുകൾ വെളുത്തതായി എണ്ണിട്ടുള്ള ആളുകൾക്ക് മാത്രം കുടിപ്പിക്കുന്ന ആ മാഉൽ കൗസർ കുടിപ്പിക്കുവാൻ ഭാഗ്യം കിട്ടുന്ന നമ്മളെയും കുടുംബങ്ങളെയും ശിഷ്യന്മാരെയും
ശിഷ്യന്മാരെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു സദസ്സ് ഉത്തരം ലഭിക്കുന്നതായ സദസ്സായിട്ട് അള്ളാഹു മാറ്റി പെരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്.